വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അനുമതി നൽകിയിരിക്കുന്നു. ശാന്തകുമാർ വളർത്തുണ്ട്. ശാന്തകുമാർ പറയാം. സേതു, വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. PV അൻവർ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതായത് നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമുള്ളത്. അതുകൊണ്ട് തന്നെ ആ നാമനിർദ്ദേശ പത്രിക നാളെ സമർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് PV അൻവർ താല്പര്യം കാണിച്ചിരുന്നത്. കാരണം കഴിഞ്ഞ 2 തവണയും അദ്ദേഹം സ്വതന്ത്രനായി നിലമ്പൂരിൽ മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വം ഇതിന് അനുമതി നൽകിയിട്ടില്ല. ദേശീയ നേതൃത്വം പാർട്ടി ചിഹ്നത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിയമസഭാ സാമാജികര വീണ്ടും മത്സരിക്കുമ്പോൾ വേണ്ട ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തും. അപ്പോൾ പൂർണ്ണമായും അദ്ദേഹം മത്സര രംഗത്തേക്ക് തന്നെ എത്തുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസും UDF-നും അത് വലിയ വെല്ലുവിളിയാകുന്നതിന് യാതൊരു തർക്കവുമില്ല. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ UDF-ന് കൂടി ഉള്ള വോട്ടുകൾ, അത് അത്തരം വോട്ടുകൾ ഭിന്നിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി വരെയും UDF-ന്റെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കോട്ടത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയത്. പക്ഷേ ആ ചർച്ചയ്ക്കൊന്നും ഒരു ഫലവും കാണുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുതന്നെയാണ് ഇപ്പോൾ PV അൻവർ മത്സര രംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നത്. കാരണം ഇന്നലെ രാവിലെ തീർച്ചയായും PV അൻവർ 9:30 മണിയോടൊക്കെ മാധ്യമങ്ങളെ കാണുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ വിശദീകരിക്കും. അതിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം PV അൻവർ എന്തായാലും മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ ആണ് മത്സരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ച PV അൻവർ, CPM-ൽ നിന്നും പിണങ്ങി രാജിവെച്ച PV അൻവർ UDF-നെ സഹായിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും ദിവസം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി UDF-നും കോൺഗ്രസിനും വലിയ ഭീഷണിയാകുന്ന വിധത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്നലെ തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ PR ഏജൻസിയായ IPAC-ന്റെ അവരുടെ ജീവനക്കാരുമായുള്ള ചർച്ചയെല്ലാം അവിടെ നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ വെച്ച് നടന്നിരുന്നു. അതായത് PV അൻവറിന് ഒരു മത്സരിക്കാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് എന്നുള്ള ഈ ഏജൻസി തന്നെ നേരത്തെ തയ്യാറാക്കിയിരുന്നു, ഒരു സർവേ നടത്തി തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ കൂടിയെല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് തന്നെയാണ് അറിയുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. സേതു, ഇടതുപക്ഷത്തിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി സത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞ് നിലമ്പൂരിലേക്ക് ഇറങ്ങിയ PV അൻവർ ഇപ്പോൾ ഒടുവിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വളരെ നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതിന് അനുമതി നൽകിയിരിക്കുന്നു എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ശാന്തകുമാർ, ഈ പറഞ്ഞതുപോലെ അൻവർ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശ ചിത്രം തെളിഞ്ഞ സ്ഥിതിക്ക് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നറിയാൻ കഴിയുന്ന ഒരു സ്ഥിതിക്ക് ഇനി ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ്? കാരണം നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ, ഇന്നലെ വന്ന നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളാണെങ്കിലും വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലായിരുന്നു. അൻവർ നിലപാട് പുനഃപരിശോധിക്കണമെന്ന രീതിയിലായിരുന്നു ഈ സണ്ണി ജോസഫ് ആണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും ഒക്കെ ഇന്നലെ പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. KC വേണുഗോപാൽ പോലും അത്തരത്തിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഈ അൻവർ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വോട്ടിൻ്റെ വിഘടനം അവിടെ ഉണ്ടാകും. വോട്ടുകൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച്. എന്തായിരിക്കും കോൺഗ്രസ് ക്യാമ്പിൽ ഇനി നടക്കുന്ന നീക്കങ്ങൾ? സേതു, നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും അവർക്ക് ഒരു കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ നിലവിലുണ്ട്. അത് കാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി PV അൻവർ സ്വന്തമായി സ്വരൂപിച്ച വോട്ട്, അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ലഭിച്ച വോട്ട് അത് തന്നെയായിരുന്നു 2016 അദ്ദേഹം മത്സരത്തിനെത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുമ്പോൾ അദ്ദേഹം നേടിയെടുത്തത്. അത് തുടരുന്നു. കാരണം നേരത്തെ ഈ നിലമ്പൂർ മണ്ഡലം ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു കുത്തക മണ്ഡലമായി നിന്നിരുന്നതാണ്. അദ്ദേഹം
ഏകദേശം 3.5 പതിറ്റാണ്ടിലധികം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തെ ഇല്ലാതാക്കിയത് PV അൻവർ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നതിന് ശേഷമാണ്. അങ്ങനെ PV അൻവർ സ്വന്തമായി നേടിയെടുത്ത നിരവധി വോട്ടുകൾ ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലുണ്ട്. ആ വോട്ടുകൾ തീർച്ചയായും ഒരു നിർണായക ഘടകമാണ് മണ്ഡലത്തിൽ. അത് എങ്ങോട്ട് പോകുന്നു അവിടെ വിജയം ഉണ്ടാകുമെന്നുള്ള യാതൊരു തർക്കമില്ല. പക്ഷേ അതിപ്പോൾ LDFിലേക്കും പോകില്ല, UDFിലേക്കും പോകില്ല. അത് അൻവർ സ്വന്തമായി സമാഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ സ്വന്തമായി സമാഹരിക്കുമ്പോൾ അത് ഏത് മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കും. അത് ഈ വരും ദിവസങ്ങളിലുള്ള പ്രചരണത്തിനും ഇവിടുത്തെ മറ്റ് ചർച്ചകൾക്കും പ്രചരണങ്ങൾക്കും എല്ലാം ഇടയിലുള്ള ഒരു അന്തിമ ഫലമായിരിക്കും ഉണ്ടാവുക എന്നുള്ള യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയും ചൂടേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിലമ്പൂരിൽ ക്ലൈമാക്സിന് മേൽ ക്ലൈമാക്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. TMC അതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി കാത്തിരിക്കുക 9:30 മണിക്കുള്ള PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ. അതിലാവും ഒരു പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരിക. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.